നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ സാൻഡോസ് വിട്ടേക്കും എന്ന തരത്തിലുള്ളൊരു വാർത്ത ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഈ വർഷം അവസാനം വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് താരം എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പരിക്കിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വന്നതുകൊണ്ട് യൂറോപ്പിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടക്കാനുള്ള സാധ്യതയും കുറവാണ്. എന്നാൽ സാൻഡോസിൽ തന്നെ തുടരാനുള്ള സാധ്യതയോ? അത് സാൻഡോസ് ബ്രസീലിയേറോ സീരിയയിൽ തുടരുമോ ഇല്ലയോ എന്നതനുസരിച്ചിരിക്കും. റെലഗേഷൻ സോണിന് തൊട്ടരികിലാണ് ഇപ്പോൾ അവരുള്ളത്. 16ാം സ്ഥാനത്ത് 25 കളി 28 പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ്. 17, 18, 19, 20 സ്ഥാനങ്ങളിലുള്ളവരാണ് റെലഗേറ്റ് ചെയ്യപ്പെടുക. സാൻഡോസ് അങ്ങോട്ടേക്ക് വീഴാനുള്ള നല്ല സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സാൻഡോസ് 2ാം ഡിവിഷനിലേക്കാവും. നെയ്മർ ജൂനിയർ അവിടെ കോൺട്രാക്റ്റ് പുതുക്കി കഴിഞ്ഞാൽ 2026 വേൾഡ് കപ്പ് ഇയറിൽ സീരി ബിയിൽ കളിക്കേണ്ട അവസ്ഥ, 2ാം ഡിവിഷനിൽ കളിക്കേണ്ട അവസ്ഥയുണ്ടാകും. അത് താരം ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ താരം സാൻഡോസ് വിടുകയാണെങ്കിൽ യൂറോപ്പിലേക്ക് മടങ്ങിപ്പോവാൻ സാധിച്ചില്ലെങ്കിൽ ബ്രസീലിലെ മറ്റൊരു ക്ലബിലേക്ക്, അതായത് ടോപ്പ് ഡിവിഷൻ കളിക്കുന്ന ക്ലബിലേക്ക് അദ്ദേഹം ചേക്കേറിയേക്കുമെന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇത് വളരെ ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി വളരെയധികം ആഗ്രഹിച്ച് അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന താരം ബി ഡിവിഷനിൽ കളിക്കുക എന്ന് പറയുമ്പോൾ, 2ാം ഡിവിഷനിൽ കളിക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ഒരു തിരിച്ചടിയായിരിക്കും. ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതയ്ക്കും അത് മങ്ങലേൽപ്പിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി താരം ഇത്തരത്തിലൊരു നീക്കം നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ സാൻഡോസിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് റിന്യൂവൽ നടക്കുകയാണെങ്കിൽ അതൊരു ഫേവറബിൾ കണ്ടീഷനിൽ മാത്രമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതായത് നിലവിൽ സ്പോൺസർഷിപ്പ്, മെമ്പർഷിപ്സ്, സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നെയ്മറുടെ പെർഫോമൻസ് എക്സെപ്ഷണലി ഗുഡാണ്. പക്ഷേ ഓൺ ദി ഫീൽഡിൽ അങ്ങനെയല്ല. പരിക്ക് വലിയ രൂപത്തിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് അനാലിസിസിലൂടെ ഇപ്പോൾ ക്ലബ്ബും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം എന്ന് നെയ്മർ ഇനി പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വരുമെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ടൊരു റിന്യൂവൽ നടക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് എന്നുള്ളതാണ് അവരുടെയും നിലപാട്. ഓർക്കേണ്ട കാര്യം, ആദ്യത്തെ കോൺട്രാക്റ്റിൽ തന്നെ 85 മില്യൺ ബ്രസീലിയൻ റിയാസ് ഇപ്പം ക്ലബ്ബ് അദ്ദേഹത്തിനോട് ചെയ്തിരിക്കുകയാണ്, അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട് എന്ന കാര്യം നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിന്യൂവൽ ഇപ്പോൾ സംഭവിക്കുകയാണെങ്കിൽ അണ്ടർ കറണ്ട് കണ്ടീഷൻസിൽ തീർച്ചയായിട്ടും നെയ്മർ അതിന് തയ്യാറാവില്ല, ക്ലബ്ബും തയ്യാറാവില്ല. സോ ഫൈനൽ ഡിസിഷൻസ് ഭാവിയിൽ മാത്രമേ എടുക്കുകയുള്ളൂ. അത് ക്ലബിൻ്റെ അവിടെ സീരി എയിൽ തുടരുമോ ഇല്ലയോ എന്നതും അതുപോലെ തന്നെ കോൺട്രാക്റ്റിലെ കണ്ടീഷൻസും വെച്ച് മാത്രമായിരിക്കും നെയ്മർ സാൻഡോസ് വിടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.